ഹലോ മുത്തോണികളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതായത് നമ്മളെ സന്ദീപും ഷെഫീന താത്തയും വീഡിയോ ഇട്ടു. ഈ വീഡിയോയിൽ നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം. അതായത് സന്ദീപിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ പല യൂട്യൂബേഴ്സിന് അതിൻ്റെ ന്യൂസൊക്കെ കിട്ടി. പക്ഷെ ഞാൻ ഈ അനീഷിൻ്റെ വീഡിയോ ഒന്നും അന്നേരം കണ്ടില്ലായിരുന്നു കേട്ടോ. ഈ അറസ്റ്റൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം ഞാനിവിടെ വേറെ ഫോൺ കോളിലാണ്. ആ ഫോൺ കോൾ വെച്ച ഉടനെ തന്നെ എന്നെ ഷെഫീന താത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെഫീന താത്ത ഒരാഴ്ചയായിട്ട് പനി പിടിച്ചിട്ട് കിടപ്പായിരുന്നു. കുറച്ചൊന്ന് ആരോഗ്യം വരും, എണീറ്റിരുന്ന് വീഡിയോ ചെയ്യും, വീണ്ടും കിടക്കും. അങ്ങനെയായിരുന്നു. ട്രിപ്പ് അടിച്ചിട്ട് ഞാൻ ഇതിൽ സൈഡിൽ വയ്ക്കാം. ട്രിപ്പ് അടിച്ചിട്ട് വീണ്ടും പോവും, വീഡിയോ ചെയ്യും. ഞാൻ നോക്കുമ്പോൾ ഇവരെ വീഡിയോ വരും. സത്യത്തിൽ ഇവർക്ക് പനി പിടിച്ചിട്ട് ഇവർ ട്രിപ്പ് അടച്ചുകൊണ്ടിരിക്കുകയും ട്രിപ്പ് അടയ്ക്കും, വീട്ടിൽ പോവും, വീഡിയോ ചെയ്യും, വീണ്ടും കിടക്കും. ഇങ്ങനെ ഒരാഴ്ച ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ വയ്യാതെ ഇരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്, ഞാൻ കോട്ടയം വരെ പോവുകയാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ കോട്ടയത്ത് എന്തിന്? അത് സന്ദീപിനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ സന്ദീപ് എന്ന് പറയുമ്പോഴും ഞാൻ ഈ പുള്ളിക്കാരനാണെന്ന് മനസ്സിലാക്കുന്നില്ല. എനിക്ക് പോകണം. അപ്പം ഞാനിങ്ങനെ കരുതുന്ന ഷെഫീന താത്തയ്ക്ക് അറിയാവുന്ന ആരോ ആണ് സന്ദീപ്. ഫ്രണ്ട്സായിരിക്കും. എനിക്ക് പോയേ പറ്റൂ. ഞാൻ ആ വിശ്വാസം നിലനിർത്തണം. എനിക്ക് പോയേ പറ്റൂ. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, കോട്ടയം വരെ എത്ര ദൂരമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും എന്നെ ഇവരിങ്ങനെ ഒരുങ്ങി ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ പോവാൻ ഇറങ്ങുമ്പോൾ മോൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. മോനെ ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ പോകുമ്പോഴും എൻ്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു, അറസ്റ്റ് ചെയ്ത് പക്ഷേ നീ എന്താക്കണ്ട, നീ വീഡിയോ ഒന്നും ഇട്ട് കളയരുത് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ആരാണ് ഈ സന്ദീപ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് കേസ് എന്നുള്ളതും എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് അനീഷിൻ്റെ വീഡിയോ കാണുമ്പോഴാണ് ഈ പുള്ളിക്കാരനാണ് അറസ്റ്റ് ചെയ്തത് രേണു സുധീനെ കുറിച്ച് വീഡിയോ ചെയ്തതിലാണ് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെയാണ് അറിയുന്നത് ജാമ്യം കിട്ടി, രേണുവിൻ്റെ വിഷയമല്ല എന്നുള്ളതൊക്കെ അറിയുന്നത്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് സന്ദീപിൻ്റെ വീഡിയോ വന്നപ്പോൾ സന്ദീപ് അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഷെഫീന താത്ത അതേകണക്ക് ഷെഫീന താത്തയുടെ വീഡിയോയിൽ ഷെഫീന താത്തയും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് സന്ദീപിനെ അറിയാൻ പാടില്ല. അതേപോലെ സന്ദീപും പറയുന്നുണ്ട്, എനിക്ക് ഷെഫീന താത്തേനെ അറിയാൻ പാടില്ല. പക്ഷെ ഞാനൊരു പ്രശ്നത്തിൽ കുടുങ്ങിയപ്പോൾ ഫസ്റ്റ് വന്നതാരാണ്? ഷെഫീന താത്തേനെ. അവിടെയാണ് അവരുടെ ക്വാളിറ്റി. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഷെഫീന താത്തനെ വിശ്വസിക്കരുത്, അല്ലെങ്കിൽ ഷെഫീന താത്ത അങ്ങനെ ആക്കും, നിന്നെ ഇങ്ങനെ ആക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഷെഫീന താത്തേനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച മീൻസ് എനിക്കന്ന് യൂട്യൂബൊന്നും ഇല്ല. അപ്പം ഞാൻ ഈ കാര്യങ്ങൾ ഒന്നും പബ്ലിക്കിൽ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഷെഫീന താത്തേനെ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ഒരാളാണ് ഞാൻ. അതേ എനിക്ക് ഷെഫീന താത്തയുടെ അടുത്ത് ഇഷ്ടം തോന്നണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഇല്ലാതെ ഇല്ലല്ലോ. ശരിക്ക് ഈ ഷെഫീന താത്തേനെ ഞാൻ ആദ്യമായി കാണുന്ന ഒരു സമയമുണ്ട്. ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ഷെഫീന താത്ത ഭീമാപള്ളിയിൽ ഷോള് വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന സമയമായിരുന്നു. ഇവർ 3 ഷോള് വാങ്ങിച്ച്. ഈ 3 ഷോളിൽ 2 ഷോള് ചുങ്കിടി ഷോളാണ്, അതായത് നമ്മൾ വീട്ടിലിടുന്ന ഷോളുകളാണ്. ഒരു ഷോള് വെളിയിലിടാൻ പറ്റുന്ന ഒരു ഷോളാണ്. ഈ 3 ഷോളും വാങ്ങിച്ചിട്ട് ഷെഫീന താത്ത എനിക്ക് വെച്ച് നീട്ടി ഒരു ഷോള്. ആ ഷോളെന്ന് പറയുന്നത് ആ ക്വാളിറ്റിയുള്ള ഷോളായിരുന്നു. അവിടെ ഉണ്ട് അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് ആ ഉള്ളതിൽ ഏറ്റവും നല്ലതാണ് അവരെനിക്ക് വെച്ച് നീട്ടിയത്. അവർ 3 ഷോള് വാങ്ങിച്ചതിൽ 2 ഷോള് വീട്ടിലിടാൻ പറ്റുന്ന ഷോളും 1 ഷോള് വെളിയിലിടാൻ പറ്റുന്ന ഷോളുമാണ്. അത് എനിക്ക് നേരെ വെച്ച് നീട്ടിയപ്പോൾ അതിലേറ്റവും നല്ല ഷോളാണ് എനിക്ക് വെച്ച് നീട്ടിയത്. അപ്പോൾ അവിടെ ഉണ്ട് ആ ഒരു സ്ത്രീയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരാൾക്കൊരു വിഷയം വരുന്ന സമയത്ത് എനിക്ക് നല്ല ഉറപ്പുള്ളൊരു കാര്യമാണ്. എനിക്ക് പെട്ടെന്ന് ഒരു കോടതി വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു സംഭവം ഞാൻ അറിഞ്ഞ സമയത്ത് ഞാൻ വേഗം ആദ്യം ഷെഫീന താത്തേനെയാണ് വിളിച്ചത്. അപ്പോഴവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ വരാം, നീ പേടിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞ നമ്മൾ സൗഹൃദങ്ങളുണ്ടാകാം, പക്ഷേ
പ്യോറായിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വിഷയം വരുമ്പോൾ ഞാനുണ്ട് കൂടെ, നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയുന്ന ആ ഒരു വാക്കിന് ഭയങ്കര വിലയാണ്. ചില സമയങ്ങളിൽ ആ ഒരു വാക്കിന് ഭയങ്കര ക്വാളിറ്റിയാണ്. ആ ഒരു ക്വാളിറ്റിയും ധൈര്യവും അവർക്ക് അവരുടെ ജീവികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അവർ ഇന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ 5ഓളം ഫോണുകൾ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആദ്യത്തെ അവസ്ഥയൊന്നുമില്ല. അവരുടെ പേരിൽ എനിക്ക് തോന്നുന്നു കുറേ അധികം കേസുകൾ കോടതിയിൽ കാണാം. ഇതൊക്കെ എന്ന് പറയുന്നത് അവരാരെങ്കിലും പിടിച്ചു പറിച്ചതോ, അവരാരെങ്കിലും ദ്രോഹിച്ചതോ, അവരാരെങ്കിലും എന്തെങ്കിലും ചെയ്തതോ ആയിട്ടുള്ള കേസല്ല. മറ്റാരെയോ എന്തോ ചെയ്തതും പറഞ്ഞതുമായിട്ടുള്ള കാര്യം പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് സംസാരിച്ചതിൻ്റെ പേരിലാണ് ഇവർക്ക് കേസ് വന്നേക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഇതിൽ നിന്ന് ഷെഫീന താത്തയ്ക്ക് എന്താണ് ഗുണം? ഒരു ഗുണവുമില്ല. പക്ഷെ ജനങ്ങളിലേക്ക് സത്യസന്ധമായ കാര്യങ്ങൾ എത്തിക്കുന്ന കാര്യത്തിൽ അവർ പെർഫെക്റ്റ് ആണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അവർ സത്യസന്ധമായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരാളുമാണ്. ഈ എത്തിക്കുന്നതിൻ്റെ പേരിൽ 100,000 കേസുകൾ പലരും കൊടുത്തിട്ടുണ്ട്. പലരുടെയും പേരിൽ അവരും കേസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ ജനങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ പേരിൽ ഇവർക്ക് കിട്ടുന്ന കേസുകളാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മാധ്യമ പ്രവർത്തക അല്ലെങ്കിൽ ഒരു മാധ്യമ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ. അവിടെ അവർ 100% ഉറപ്പുള്ള ഒരു സ്ത്രീ തന്നെയാണ്. പിന്നെ മനുഷ്യത്വത്തിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഈ സന്ദീപ് എന്ന് പറയുന്ന പുള്ളിക്കാരന് ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവാം, കുടുംബക്കാരുണ്ടാകാം, നാട്ടുകാരുണ്ടാകാം, വീട്ടുകാരുണ്ടാകാം, എല്ലാവരും ഉണ്ടെങ്കിലും അവിടെ ഓടിപ്പോകാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ, അത് അവരുടെ ഒരു ക്വാളിറ്റി തന്നെയാണ്. അവിടെ ഞാൻ ശരിക്കും എനിക്ക് പ്രൗഡാണ് അവരെ എൻ്റെ സുഹൃത്താണ് എന്ന് പറയുന്നതിൽ. ഞാൻ ഭയങ്കര പ്രൗഡായിട്ടാണ് അത് പറയുന്നത്. എന്നോട് പലരും വന്നിട്ട് ഇങ്ങനെ പറയാറുണ്ട്, നിന്നെ അങ്ങനെ ആക്കും, നിന്നെ ഇങ്ങനെ ആക്കും. പക്ഷെ വേറൊരു വിഷയം എന്തിനെന്നറിയാമോ? ഷെഫീന താത്ത ആരെങ്കിലും കുറിച്ച് വാവിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അത് അവരെ ആ രീതിയിൽ ഇക്കൂട്ടർ വേദനിപ്പിച്ചിട്ടാണ്, ഇക്കൂട്ടർ ദ്രോഹിച്ചിട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഒരു ദ്രോഹം ആർക്കും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമല്ല. എന്നെ ഇങ്ങോട്ട് ദ്രോഹിച്ചാൽ ഞാൻ വെറുതെ വിടുന്ന ഒരാളുമല്ല. അപ്പോൾ ഷെഫീന താത്തേനെ കൂടെ നിന്ന് ചതിച്ചവരും കൂടെ നിന്ന് വഞ്ചിച്ചവരെയും ഒക്കെ കുറിച്ച് ഷെഫീന താത്ത പബ്ലിക്കിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ മനഃപൂർവ്വം ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഷെഫീന താത്ത ഒന്നും ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ അറിവിലില്ല. ഈ ആളുകൾ ചിന്തിക്കുന്നത് പോലെ അല്ല. അവരിൽ ഒരു നല്ലൊരു മനുഷ്യത്വം ഒളിഞ്ഞു കിടപ്പല്ല, പരസ്യമായിട്ട് തന്നെ കിടപ്പുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളും കൂടിയാണ് കേട്ടോ ഈ ഷെഫീന താത്ത എന്ന് പറയുന്നത്. ഇവിടെ ഈ സന്ദീപിൻ്റെ വിഷയത്തിൽ അവരത് പ്രൂവും കൂടി ചെയ്യുകയാണ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കണം. പനി പിടിച്ച് എണീക്കാൻ വയ്യാതെ കിടന്ന ഈ വീഡിയോയിൽ ഞാൻ സൈഡിൽ കൊടുക്കും. ഇവരെനിക്ക് അയച്ചു തന്നത്, മോളെ എനിക്കൊട്ടും വയ്യ, എനിക്ക് എണീക്കാൻ വയ്യ. ഇവിടെ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഷെഫീന താത്തയുടെ വീഡിയോ ഒരു മിനിറ്റ് ഒന്ന് വൈകിയാൽ എല്ലാവരും പറയണ ഒരു കാര്യമുണ്ട്, അയ്യോ അവൾ പേടിച്ചിട്ട് വീഡിയോ ഇട്ടില്ല, അല്ലെങ്കിൽ അവൾ എന്തോ വീഡിയോ ഇടാത്ത അവൾ അങ്ങനെ ആക്കി, അവൾ ഇങ്ങനെ ആക്കി. സത്യത്തിൽ അവർക്ക് ശാരീരികമായ വയ്യായികകൾ വരുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോകേണ്ടി വരുമ്പോഴോ ഒക്കെയാണ് അവർ വീഡിയോ ഡിലേ ആകുന്നത്. ഇപ്പോഴും അവർ ഒരു വലിയ യാത്ര കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇത്രയും വയ്യാത്ത ഒരവസ്ഥയിൽ ഇത്രയും വലിയ ഒരു യാത്ര ചെയ്ത് വരുന്ന അവർക്ക് റെസ്റ്റ് എടുക്കണ്ടേ? അപ്പം അതിന് വരെ ആളുകൾ പറഞ്ഞുണ്ടാക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മെഴുങ്ങസിയായിട്ട് നോക്കി പറയാൻ പറ്റൂല. നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ ഇവിടെ ഭയങ്കര രാത്രിയായി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ ഷെഫീന താത്ത എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് കേട്ടോ. കാരണം ഏത് പാതിരാത്രിയിൽ നമുക്കൊരു സഹായവുമായിട്ട് വിളിക്കാം. പെട്ടെന്ന് അവർ ഓടി വരും. അവർ ഏത് അവസ്ഥയിലാണെങ്കിൽ ഇതുകൊണ്ട് അവർക്ക് എന്ത് ഗുണമാണുള്ളത്? അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പൈസകൾ വാങ്ങിക്കുന്നുണ്ടോ? ആരേത് പാതിരാത്രിയിൽ എന്താവശ്യത്തിന് വിളിച്ചാലും അവരുടെ പൈസ ചിലവാക്കി, പെട്രോളും ചിലവാക്കി
അവരവരുടെ അടുത്ത് പോകും. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിയമസഹായമാണെങ്കിൽ അങ്ങനെ, അല്ല മറ്റെന്താണെങ്കിലും അവരവരുടെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കി ചെയ്തും കൊടുക്കും. അപ്പോൾ അതൊക്കെ ഒരു മനുഷ്യൻ്റെ മനുഷ്യത്വത്തിൽ പെടുന്ന ഒരു കാര്യമാണ്. അത് അംഗീകരിക്കാതിരിക്കാനായിട്ട് പറ്റൂല മുത്തുമണികളെ.